നിങ്ങളുടെ ജീവിതം ഒരു നാടകം ആണെന്നിരിക്കട്ടെ, അതിൻ്റെ അവസാന രംഗം എന്തായിരിക്കുമെന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. From the 11th verse, and I saw a great white throne and him that sat on it, from whose face the earth and the heaven fled away, and there was found no place for them. 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. God's throne is called the white throne, not because necessarily it may be white like this. ദൈവത്തിൻ്റെ സിംഹാസനമെന്നത് വെള്ള സിംഹാസനമെന്ന് വിളിക്കപ്പെടുന്നത് അത് ഇവിടെ നാം കാണുന്നത് പോലെ ശുഭ്രമായി വെണ്മയായി ഇരിക്കുന്നു എന്നതുകൊണ്ടല്ല. White stands for purity. വെണ്മ എന്നത് പരിശുദ്ധിക്ക് നിഴലായി നിലകൊള്ളുന്നു. On the final day of judgment, the only difference will be between saints and sinners. ഒടുവിലത്തെ ന്യായവിധി എന്നതിലെ ഏക വ്യത്യാസം വിശുദ്ധന്മാരും പാപികളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. Whether men or women, rich or poor, literate or illiterate, great or small, there is absolutely no difference on the day of judgment. Only the difference is holy and unholy. ന്യായവിധി ദിവസത്തിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ യാതൊരു വ്യത്യാസവും അവശേഷിക്കുന്നില്ല. പിന്നെയോ ഒരേ ഒരു വ്യത്യാസമെന്നത് വിശുദ്ധിയുടെ നിലവാരത്തിൽ ഒരു പാപിയും ഒരു വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസമാണ്. And I saw him that sat on it, that is the Lord Jesus Christ. ഒരുത്തൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. Today the Lord Jesus is calling everyone, as you heard last night, come unto me all ye that labor and are heavy laden, I will give you rest. ഇന്ന് നമ്മുടെ കർത്താവായ യേശു മുഴുവനവരാശിയെയും ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ കേട്ടതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Now if you reject that invitation to come to Christ, one day the Lord Jesus Christ will become a judge and say, depart from me, ye workers of iniquity, into the everlasting fire prepared for the devils and his angels. എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരുവീനെന്ന യേശുവിൻ്റെ വിളിയെ ഇന്ന് ആർ തിരസ്കരിച്ച് മുൻപോട്ട് പോകുന്നുവോ അവരെല്ലാവരും ഒരു ദിവസം യേശുവിൻ്റെ അടുക്കൽ വരേണ്ടതായി വരും. അന്നവരെ നോക്കിക്കൊണ്ട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ, പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീനെന്ന യേശു ശാസിക്കുന്ന ഒരു ദിവസം വരും. And I saw the dead, small and great, stand before God. ചെറിയവരും വലിയവരുമായ എല്ലാവരും ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. Whether you are a great politician or a rich man or a businessman or a famous man or a small man, all will stand before the judgment seat of Christ. നിങ്ങൾ സമൂഹത്തിൽ സമുന്നത വ്യക്തിയായിരിക്കാം, ഉയർന്ന ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ഒരു ശാസ്ത്രജ്ഞനോ ഒരു പണ്ഡിതനോ ഏതെങ്കിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാകാം. ഇല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ചെറിയവനായി ആരാലും പരിഗണിക്കപ്പെടാത്തവനായിരിക്കാം. ആരായിരുന്നാലും ശരി, ഒരു ദിവസം ഈ സിംഹാസനത്തിന് മുമ്പിൽ വന്നേ മതിയാകും. And the books were opened. പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. Today your life may be like a closed book. All the secret sins that you have done, nobody has seen. All are closed up and kept. ഇന്ന് നിങ്ങളുടെ ജീവിതം ഒരു അടഞ്ഞ പുസ്തകമായിരിക്കാം. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എത്രയായിരുന്നാലും അത് മറ്റാരും അറിയാതെ വണ്ണം
അടച്ചുവെച്ച ഒരു പുസ്തകം പോലെ രഹസ്യമായി സൂക്ഷിപ്പാനും നിങ്ങളാൽ കഴിഞ്ഞേക്കാം. Whether murder or adultery or any immorality or theft, you may hide it and nobody has known about it, but it's in the book, and that book one day is going to be opened. കൊലപാതകമാകാം, വ്യഭിചാരമാകാം, മോഷണമോ പിടിച്ചുപറിയോ മറ്റേതു തരം അനാശാസ്യ പ്രവർത്തനങ്ങളുമാകാം. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെല്ലാം ഇന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. എന്നാൽ ഒരു ദിവസം ആ പുസ്തകം തുറക്കുന്നതായി കാണാം. Listen, if your life is not an open book, transparent now, one day on the day of judgment it has to be opened, and it is only to judge, not to bless. ഒരു കാര്യം വ്യക്തമായി ഓർക്കണമേ, ഇന്ന് നിങ്ങളുടെ ജീവിതം തുറന്നു ഒരു പുസ്തകം പോലെ സുതാര്യമായി കാണപ്പെടുന്നില്ല എങ്കിൽ അന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ട ഈ പുസ്തകം തുറക്കപ്പെടും. എന്നാൽ അന്നിത് തുറക്കുന്നത് നിങ്ങളെ അനുഗ്രഹിപ്പാനല്ല, പ്രത്യുത നിങ്ങളെ വിധിക്കേണ്ടതിനത്രേ. You may be a Pentecostal person, receive the Holy Spirit and a very old believer, but it may be still a closed book. നീ ഒരു പഴയ പെന്തക്കോസ്ത് വിശ്വാസിയായിരിക്കാം, വലിയ അനുഭവ സമ്പത്തുക്കളൊക്കെ ഉണ്ടായിരിക്കാം, എങ്കിലും നിന്റെ ജീവിതം ഇന്നും ഒരടഞ്ഞ പുസ്തകമായിരിക്കുന്നെങ്കിൽ Another book was opened, which is the book of life. ജീവന്റെ പുസ്തകമെന്ന വേറൊരു പുസ്തകം തുറക്കുന്നതായി കാണും. Why that book is called book of life? എന്തുകൊണ്ടോ ഈ പുസ്തകം ജീവന്റെ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്നു? Those who are saved, their names are written in that book. രക്ഷിക്കപ്പെട്ടവരാരോ അവരെല്ലാവരുടെയും പേര് ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. All the sinners, in the spiritual sense, they are dead. സകല പാപികളും ആത്മീക നിലവാരത്തിൽ പറഞ്ഞാൽ മരിച്ചവരാണ്. The soul that sinneth will die, the Lord told. യഹോവ പ്രകാരം തിരുവായി മൊഴിഞ്ഞു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. This book is called the book of life because the people, those who got the new life, the life of God through salvation, those who receive, their names are written there. Therefore that book is called the book of life. ഈ പുസ്തകം ജീവന്റെ പുസ്തകം എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെട്ടവരായി ദൈവമക്കളായി തീർന്നവരായി മരിച്ചവരായി എന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെട്ട പുതുജീവൻ പ്രാപിച്ചവരായി തീർന്നവരാരെല്ലാം ഉണ്ടോ അവരെല്ലാവരുടെയും പേർ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് ജീവന്റെ പുസ്തകമാണ്. Is your name in the book of life? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? You may be saved 50 years ago. ഒരുപക്ഷേ 50 വർഷം മുമ്പ് നിരീക്ഷിക്കപ്പെട്ട വ്യക്തിയാകാം. You have taken the water baptism and received the Holy Spirit. ജലസ്നാനം സ്വീകരിച്ച പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ചിരിക്കാം. You may be giving tithes and live a very good life in the outward way. കൃത്യമായി ദശാംശങ്ങൾ കൊടുക്കുകയും ബാഹ്യമായ നിലയിൽ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം പുലർത്തുകയും ചെയ്യുന്നുണ്ടാവാം. But do you know, the day that you purposely commit a sin and hide it without repenting and confessing, that day your name will be cut off from the book of life. എന്നാൽ നീ വ്യക്തമായ ഒരു ദുരുദ്ദേശത്തോടെ തന്നെ മനഃപൂർവമായ ഒരു പാപം ചെയ്ത നാളിൽ നിന്റെ പേര് ആ ജീവന്റെ without confessing, and if you hide it, നീ അത് ഏറ്റുപറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ രഹസ്യമായി മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ പേര് ഈ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു എന്നത് മറക്കരുത്. is your name still in the book of life? നിന്റെ പേര് ഇന്നും ആ ജീവന്റെ പുസ്തകത്തിലുണ്ടോ? Or is your life a closed book? അതോ നിന്റെ ജീവിതം ഒരടഞ്ഞ പുസ്തകമാണോ? If there is anybody here, after you were born again, you deliberately committed sin and you did not confess it or repented it and you didn't renounce it, please examine tonight whether you are
are still in the land of the living in the spiritual sense. ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരോടുമായി ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷാനിർണയം പ്രാപിച്ച ശേഷം മനഃപൂർവമായ ഒരു പാപം ചെയ്തിട്ട് അതിനെക്കുറിച്ച് അനുതപിക്കുകയോ ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുകയോ മനസ്താപപ്പെടുകയോ ചെയ്യാതെ ഇന്നും അത് രഹസ്യമായി വച്ചുകൊണ്ടിരിക്കുന്നവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ examine and see whether you are still in the land of the living ഇന്നും നീ spiritually. ജീവനുള്ളവരുടെ ദേശത്ത് തന്നെ ജീവിക്കുന്നുവോ എന്ന് നിന്റെ ആത്മീക നിലവാരത്തെ ഒന്ന് പരിശോധിക്കുക. One Christian lady called Mary Baxter in America had number of nights she had vision about heaven and hell. അമേരിക്കയിൽ മേരി ബാസ്റ്റർ എന്നൊരു സഹോദരിക്ക് പല രാത്രികളിൽ സ്വർഗത്തിന്റെയും നരകത്തിന്റേതുമായ ദർശനം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. It has been translated into Malayalam also, that book. ആ പുസ്തകം മലയാളത്തിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. If my memory is correct, the name is that Revelation of Hell. Jesus Christ will be. ഓർമ്മ ശരിയെങ്കിൽ ആ പുസ്തകത്തിന്റെ പേര് നരകത്തെ കുറിച്ചുള്ള വെളിപ്പാട്. She was shocked to see in hell so many Sunday school teachers, so many youth leaders, so many pastors, so many great preachers, so many prophets, singers. They were hypocrites. They were in hell. അനേക സൺഡേ സ്കൂൾ അധ്യാപകർ, അനേക യുവജന നേതാക്കന്മാരായിരുന്നവർ, പാസ്റ്റർമാരായി പ്രവർത്തിച്ചവർ, പ്രസംഗകരായിരുന്നവർ, പാട്ടുകാരായിരുന്നവർ, പ്രവാചകന്മാരായിരുന്നവർ, കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചവർ പലരെയും ആ നരകത്തിൽ കണ്ട് അവൾ ഞെട്ടിപ്പോയി. Don't wait for the day of judgment before you open your book. നിന്റെ പുസ്തകം തുറക്കും മുമ്പ് ആ ന്യായവിധിയുടെ ദിവസത്തിനായി ഇനിയും നീ കാത്തിരിക്കേണ്ടതില്ല. That throne of judgment is called white throne. ആ ന്യായവിധിയുടെ സിംഹാസനത്തെ വെള്ള സിംഹാസനം എന്ന് വിളിക്കുന്നു. That day God is going to differentiate holy and unholy. വിശുദ്ധനും അശുദ്ധനും തമ്മിൽ വ്യത്യാസം അന്ന് വേർതിരിക്കപ്പെടും. And the dead were judged out of those things which were written in the books according to their works. മരിച്ചവർക്കെല്ലാവർക്കും ആ ഒരു വിധിയുണ്ടായി. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. Everybody is not thrown into hell to have equal suffering in hell. No. എല്ലാവരും നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നുവെങ്കിലും അവിടേക്ക് വീഴ്ത്തപ്പെടുന്നവരെല്ലാവരും തുല്യ ദണ്ഡനം അനുഭവിക്കുന്നവരല്ല. To their works, this verse says the punishment or judgment will be according to their works. ഈ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുകയാണ്, ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് ഏറ്റ ശിക്ഷ അഥവാ ന്യായവിധി ഉണ്ടാകും. No witness box is needed because all our works are written in the books. അവിടെ യാതൊരു സാക്ഷികളുടെയും ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സകല പ്രവർത്തികളും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. There is hottest place in hell, deepest place in hell. നരകത്തിൽ ഏറ്റവും ചൂടേറിയ സ്ഥലമുണ്ട്, ഏറ്റവും ആഴമേറിയ സ്ഥലമുണ്ട്. In Proverbs chapter 9 verse 18 says, the immoral people, those who commit fornication or adultery, they will be in the depths of hell or in the hottest place in hell. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, മ്ലേച്ഛമായ പാപം, പരസംഗം, വ്യഭിചാരം ഇവ ചെയ്തവരെല്ലാം പാതാളത്തിന്റെ അഥവാ നരകത്തിന്റെ ഏറ്റവും ആഴത്തിൽ ഏറ്റവും ചൂടുള്ള സ്ഥലത്ത് ചെല്ലുന്നു. That is why David, who committed sin with Bathsheba, after God forgave him, he was mentioning in Psalms, he delivered me out of the lowest hell. ആയതുകൊണ്ടത്രേ ബത്ശേബയുമായി പാപത്തിൽ ഉൾപ്പെട്ടവനായ ദാവീദ് അതിനെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് അനുദപിച്ച ശേഷമായി സങ്കീർത്തനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. Dear friend,
don't go to the depths, the hottest place in hell. പ്രിയ സ്നേഹിതരെ, നരകത്തിലെ ആഴമേറിയ ചൂടേറിയ സ്ഥലത്തേക്ക് ദയവായി നിങ്ങൾ ചെന്ന് പഠിക്കരുതേ. Whether you are a sinner or a backslider, നിങ്ങളൊരു പാപിയോ പിന്മാറ്റക്കാരനോ ആയിരിക്കാം, your sin will find you out. നിന്റെ പാപം നിന്നെ കണ്ടുപിടിക്കും. You cannot hide too long your sin. നിന്റെ പാപങ്ങൾ ഏറെക്കാലം നിനക്ക് മറച്ചു വെക്കാവതല്ല. Even if you touch somebody with an immoral desire, judgment of God is going to come. അധാർമികമായ ഒരു ഉദ്ദേശത്തോടെ നീ ഒരു വ്യക്തിയെ തൊടുകയെങ്കിലും ചെയ്തെങ്കിൽ നിശ്ചയമായും അതിന് ദൈവിക ന്യായവിധി ഉണ്ടാകും. സ്നേഹിതാ പാപജീവിതം അന്ത്യം ദുഃഖമെന്നോർക്കുക. സ്നേഹിതാ പാപജീവിതം അന്ത്യം ദുഃഖമെന്നോർക്കുക. അന്ത്യം ദുഃഖമെന്നോർക്കുക. അന്ത്യം ദുഃഖമെന്നോർക്കുക. അന്ത്യം ദുഃഖമെന്നോർക്കുക. അന്ത്യം ദുഃഖമെന്നോർക്കുക. സ്നേഹിതാ പാപജീവിതം അന്ത്യം ദുഃഖമെന്നോർക്കുക. സ്നേഹിതാ പാപജീവിതം അന്ത്യം ദുഃഖമെന്നോർക്കുക. Dear friend, there is a throne called the white throne. പ്രിയ സ്നേഹിത, വെള്ള സിംഹാസനമെന്ന് വിളിക്കപ്പെടുന്ന ഒരു സിംഹാസനമുണ്ട്. If you don't need to go to that place for that final judgment, today have a zeal and love for a purity of life. അന്ത്യന്യായവിധി നാളിൽ ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കണ്ട, ന്യായവിധിയിലേക്ക് പോകേണ്ട എന്ന് നിനക്കൊരു താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് നിർമ്മലതയ്ക്കായി പരിശുദ്ധിക്കായി അതീവമായ ഒരു താല്പര്യവും ശുഷ്കാന്തിയുമുള്ളവാകട്ടെ. And the sea gave up the dead which were in it. 13th verse. 13th verse. Chapter 20 verse 13. ഓരോരുത്തന് സമുദ്രം തന്നവരെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. There are so many people recently died, thousands of people in the sea. They all will be delivered up for the judgment. ഈ അടുത്ത കാലത്തായി തന്നെ സമുദ്രത്തിൽ മരിച്ചവരായി ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉണ്ടല്ലോ. എന്നാൽ എല്ലാവരെയും സമുദ്രം ആ നാളിൽ ഈ സിംഹാസനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കും. And the sea gave up the dead which were in it. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. The sea has got a spiritual meaning too. I don't have time to mention all. സമുദ്രം എന്നതിന് ഒരു ആത്മീയർത്ഥവുമുണ്ട്. എല്ലാം വിവരിപ്പാൻ സമയവും പോരല്ലോ. Death and hell delivered up the dead which were in them. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. Sinners, once they die immediately, they go to a tormenting place. പാപികൾ ഒരിക്കൽ മരിക്കുമ്പോൾ പെട്ടെന്ന് അവരൊരു യാതനാ സ്ഥലത്തേക്ക് ചെല്ലുന്നു. And that is, they will be awaiting the judgment. അവരവിടെ ഒരു ന്യായവിധിക്കായി കാത്തുകിടക്കുകയാണ്. It is like a person who has committed the crime of murder. First he will be remanded to custody. ഉദാഹരണത്തിന് കൊലപാതക കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടും പോലെ പിടിച്ചെടുക്കപ്പെടും പോലെ remanded, he is in a remand, തടവിൽ ആക്കപ്പെടും പോലെ. but that is not the end. എന്നാൽ അത് ആ ശിക്ഷയുടെ അന്ത്യമല്ല. On the judgment day that he will be given the punishment, whether hanging or some hard imprisonment or various other things. ശിക്ഷ വിധിക്കുന്ന നാളിൽ അവന് കൊലക്കുറ്റത്തിന് ഒരു വധശിക്ഷയോ ജീവപര്യന്തമോ അതിന് തക്ക ഏതെങ്കിലും ഒരു ശിക്ഷ നൽകപ്പെടും. And they were judged, every man according to his work. Second time again mentioning. വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾക്ക് ഏറ്റ വിധിയുണ്ടായി. And death and hell were cast into the lake of fire.
മരണത്തെയും പാതാളത്തെയും ഈ പൊയ്കയിൽ തള്ളിയിട്ടു. This is the second death. ഇതാ രണ്ടാമത്തെ മരണം. Why this is called the second death? എന്തുകൊണ്ട് ഇതിനെ രണ്ടാം മരണമെന്ന് വിളിക്കുന്നു? In the Bible, death means separation of something. വേദപുസ്തക അർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ ഒരു വേർപാട് എന്നർത്ഥം. When the prodigal son, when he returned home, the father told, "This my son was dead." Means he was separated from the father. Now he is alive. വീട് വിട്ടുപോയവനായ മുടിയൻ പുത്രൻ അല്പകാലം കഴിഞ്ഞ് തിരികെ അപ്പൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ പറയുകയാണ്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ അവൻ ജീവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അപ്പൻ്റെ വീട് വിട്ടു പോയത് ആ വേർപിരിവ് അവനിൽ ഒരു മരണമായിരുന്നു. Physical death means the soul and spirit separated from this physical body. ശാരീരിക മരണമെന്ന് വെച്ചാൽ നമ്മുടെ ദേഹിയും ആത്മാവും ഇപ്പോൾ നാം വസിക്കുന്ന ശരീരത്തെ വിട്ടുപിരിയുക എന്നതാണ്. Here the second death means that the person who is dead is eternally separated from God. That is called second death. ഇവിടെ രണ്ടാം മരണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്നേക്കുമായി നിത്യമായി ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതിന് രണ്ടാം മരണം എന്ന് പറയും. And that second death, people those who go to that place can be also called hell. The word of God says what type of life a person will have in hell. നരകം എന്ന് പൊതുവെ എല്ലാവരും വിളിക്കുന്ന സ്ഥലമായി ഈ രണ്ടാം മരണമായ സ്ഥലത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അവിടെ ചെന്നെത്തുന്ന വ്യക്തിക്ക് ഏതുവിധം ഒരു ജീവിതമായിരിക്കും തുടർന്ന് അനുഭവപ്പെടുക. Suffering in hell, according to the word of God, 3 ways they will be suffering in hell. നരകത്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് ദൈവവചനത്തിന് ആധാരമായി പറഞ്ഞാൽ 3 നിലയിൽ അവർ കഷ്ടപ്പെടുന്നതായി പറയാം. First, thinking about their past, what they lost. ഒന്നാമത് That will bring suffering. കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയവയെ ഓർത്തുള്ളതായ ആ ചിന്ത എപ്പോഴും അവരിൽ ദുഃഖം അഥവാ ദണ്ഡനമുളവാക്കിക്കൊണ്ടിരിക്കും. And present suffering, what they now undergo. ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അഥവാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനയെക്കുറിച്ചുള്ള വ്യസനം കൂടുതൽ അവരെ ദണ്ഡിപ്പിക്കും. And future suffering, what they are going to go through the sufferings. ഇനി ഭാവികാലത്തിൽ അവർ അനുഭവിപ്പാൻ പോകുന്ന പാടുകൾ ഓർത്ത് അതിലേറെ ദുഃഖവും ദണ്ഡനം അവരിൽ ഉളവാകും. And the sorrow first of the past, what they lost. ഒന്നാമതായി അവരിലുളവാകുന്ന വ്യസനമെന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടുവെന്നതോർത്താണ്. Lost the blessed presence of God forever. ദൈവത്തിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യം എന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. This is what really makes hell. ഇതാ വാസ്തവമായി അവരിൽ നരകമുളവാക്കും. And they lost the company of the holy angels forever. വിശുദ്ധ ദൂതന്മാരുമായിട്ടുള്ള സഹവാസം എന്നും എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെടുന്നു. And they lost the fellowship of the true saints. യഥാർത്ഥ വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെടുന്നു. In that place, all that they could see is demons tormenting them. ആ സ്ഥലത്ത് അവർക്ക് കാണാനാകുന്നത് ആകെക്കൂടെ അവരെ നിരന്തരം ദണ്ഡിപ്പിക്കുന്ന പിശാചുക്കളെ ആയിരിക്കാം. They lost heaven, the most blessed place in eternity. നിത്യതയിൽ ഏറ്റവും അനുഗ്രഹീത സ്ഥലമായിരുന്ന സ്വർഗം അവർക്ക് എന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. In hell their sorrow is that never ever heaven's gates will never be opened for me, not even for 1 second. ഇനി ഒരിക്കലും സ്വർഗത്തിന്റെ വാതിൽ ഒരു നിമിഷത്തേക്ക് പോലും
എനിക്കായി തുറക്കപ്പെടുകയില്ലല്ലോ എന്ന വ്യസനമായിരിക്കാം നരകത്തിൽ അവരെ വളരെ ദണ്ഡിപ്പിക്കുന്നതാ. And when they think about the past, they know that never ever their misery will have any end. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ അവരുളവാകുന്ന ചിന്ത എന്നത് തങ്ങളുടെ അരിഷ്ടാവസ്ഥയ്ക്ക് ഒരിക്കലും ഒരറുതിയും വരികയില്ലല്ലോ. When they think in future, never they will have any better place, better hope, anything to hope for. ഭാവിയിൽ ആശയ്ക്ക് വക നൽകുന്ന ഒന്നും അവരുടെ മുമ്പിൽ അവശേഷിക്കുന്നില്ല. മെച്ചപ്പെട്ടൊരു ജീവിതമോ മെച്ചപ്പെട്ടൊരു സ്ഥലമോ പ്രത്യാശാപൂരിതമായ ഏതെങ്കിലും ഒരു ജീവിത നിലവാരമോ അവരുടെ മുമ്പിൽ തെല്ലുപോലും അവശേഷിക്കുന്നില്ല. Even the most miserable person on earth has some hope to live for. ഈ ഭൂമിയിൽ ഏറ്റവും അരിഷ്ടനായി കഴിയണമെന്ന് പറയുന്ന വ്യക്തിക്ക് പോലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരാശയ്ക്ക് വകയുണ്ട്. But those who are in hell, absolutely they are hopeless. എന്നാൽ നരകത്തിൽ പാർക്കുന്നവരോ തികച്ചോ ആശയ്ക്ക് വകയില്ലാത്തവർ, എന്നേക്കുമായി ആശ നഷ്ടപ്പെട്ടവരാണ്. Lost any hope of receiving forgiveness of sins. തങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന യാതൊരാശയ്ക്കും വകയില്ലാത്തവർ. Lost hope of getting any mercy, any help from any source. ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും അല്പമായോ ഒരു കരുണ, അല്പമായോ ഒരു ദയ എവിടെ നിന്നെങ്കിലും ലഭിക്കുമെന്ന യാതൊരാശയ്ക്കും വക അവശേഷിക്കുന്നില്ല. In hell people know no one is going to show me love. നരകത്തിൽ പാർക്കുന്നവർക്ക് നന്നായി അറിയാം, ഇവിടെ എന്നോട് സ്നേഹം കാണിപ്പാൻ ഒരൊറ്റ വ്യക്തിയും ഉണ്ടാവില്ല. Never ever anyone is going to show me any compassion. ഇനി എന്നോട് ആരും ഒരിക്കലും യാതൊരു കരുണയും മനസ്സലിവും കാണിക്കയില്ല. These demons and the people in the torment, none of them is going to help them for any time, all through eternity. നിത്യതയിലുടനീളം ഈ പിശാചുക്കളാകട്ടെ, ഈ നരകാഗ്നിയിൽ എന്നോടൊപ്പം വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ആകട്ടെ, എന്നോട് എന്തെങ്കിലും ഒരു കരുണ കാണിക്കുകയോ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമെന്നോ പ്രതീക്ഷിപ്പാൻ യാതൊരു ആശയ്ക്കും വകയില്ല. Even in the worst prison, the doors may be open at least for a short time every day, but the people in hell, they know those gates will never be opened. They will be inside the prison forever. ഈ ലോകത്തിൽ ഏറ്റവും കടുത്ത ക്രൂരമായ ശിക്ഷാ നടപടികളുള്ള കാരാഗ്രഹങ്ങളുടെ വാതിൽ പോലും ഒരു ദിവസത്തിൻ്റെ ചില നിമിഷങ്ങളിലേക്കെങ്കിലും തുറന്നിടാറുണ്ട്. എന്നാൽ ആ നരകത്തിൻ്റെ വാതിലോ പൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടത് ഒരു നിമിഷത്തേക്കെങ്കിലും ഒരിക്കലെങ്കിലും തുറക്കുമെന്ന നിത്യതയിലുടനീളം അവർക്ക് പ്രതീക്ഷിപ്പാനില്ല. In hell, all will be disappointed. I had lot of opportunity to come to God, to receive forgiveness, to accept Christ. I rejected it. Now no more chance. എനിക്ക് രക്ഷിക്കപ്പെടുവാൻ, യേശുവിനെ സ്വീകരിപ്പാൻ, പാപക്ഷമയുടെ നിശ്ചയം പ്രാപിപ്പാൻ ലോകത്തിലായിരുന്നപ്പോൾ എത്രയോ അവസരങ്ങൾ ലഭിച്ചു. എന്നാലോ അവയെല്ലാം തള്ളിക്കളഞ്ഞവനായി ഇന്ന് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നുവെന്ന നരകാഗ്നിയിൽ കിടക്കുന്ന സകല മനുഷ്യരും നിരാശയുടെ അടിത്തട്ടിലായിരിക്കും. People in hell, not only tormented by fire, a million ways souls in hell will be suffering. നരകത്തിൽ പാർക്കുന്നവർ നരകത്തിലെ തീ നിമിത്തം തന്നെ അനുഭവിക്കുക മാത്രമല്ല, ഒരു ദശലക്ഷം മാർഗങ്ങളിലൂടെ വിവിധമായ നിലയിൽ അവർ ദണ്ഡനം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. A person who has got
very difficult, breaking headache, but his hands and feet will be all right, no pain. So it is in a way bearable. ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഠിന തലവേദനയാൽ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് പോലും അവന്റെ കൈകാലുകൾക്ക് അത്ര വേദന ഉണ്ടായിരിക്കില്ല. ആയതുകൊണ്ട് ഈ തലവേദനയ്ക്ക് അല്പമെങ്കിലും അതെങ്ങനെയെങ്കിലും വഹിപ്പാൻ സഹിപ്പാൻ അവനെ കൊണ്ട് കഴിയും. A person who has got chest pain or heart pain, thank God, all other parts of the body may not have any pain or suffering. നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദയവേദന ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച അവന്റെ ശരീരത്തിലെ മറ്റവയവങ്ങൾക്കൊന്നും അത്രയേറെ വേദനകളും കഷ്ടപ്പാടുകളും ഇല്ലാത്തതായി ഈ ലോകത്തിൽ അവന് ദൈവത്തെ സ്തുതിച്ച് കഴിയാൻ കഴിഞ്ഞേക്കാം. Same manner, hands may be sick or feet may have some sickness or problem, but other parts may be all right. ഇതേവിധം തന്നെ കൈകൾക്കോ കാലുകൾക്കോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അവയവങ്ങൾക്ക് വേദനയോ കഷ്ടമോ ഉണ്ടായാൽ പോലും മറ്റവയവങ്ങളെല്ലാം ശരിയായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നേക്കാം. But listen, dear friend, in hell, every part of the body, in every possible way, in the fullest way, will be tormented. എന്നാൽ പ്രിയരെ ശ്രദ്ധിക്കുവിൻ, നരകാഗ്നിയിലെ ജീവിതമെന്നത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ അതിൻ്റെ പരമാവധി കഷ്ടത്തിൽ എത്രയേറെ കഷ്ടപ്പെടാമോ അത്രയേറെ കഷ്ടത്തിലും വേദനയുമായിരിക്കും. People here, even if you have sickness in some parts of the body, at least you get little sleep. That bring a relief. But in hell, for eternity, not a wink of sleep or rest. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഏതെല്ലാം നിലയിൽ കഷ്ടപ്പാടോ രോഗങ്ങളോ വേദനയോ ഉള്ള മനുഷ്യനായാലും ചില നിമിഷങ്ങളിലേക്കെങ്കിലും അവന് ഒരു ഉറക്കം കിട്ടും. ആ ഉറക്കത്തിൽ അവന്റെ വേദനകൾക്ക് തെല്ലൊരാശ്വാസവും കണ്ടേക്കാം. എന്നാൽ നരകാഗ്നിയിൽ ചെന്ന് പഠിച്ചാലോ അവിടെ ഒരു കണ്ണിമയ്ക്കുന്ന നേരമെങ്കിലും ഉറക്കമെന്നത് പ്രതീക്ഷിക്കുവാനേയില്ല. Every part of the body in the most possible way will be tormented to the utmost. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ അവയവങ്ങളും അതിൻ്റെ പരമാവധി കഷ്ടത്തിൽ എത്ര കാലം കഷ്ടപ്പെടേണ്ടി വരുമോ അത്ര കാലവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. The eyes will be tormented seeing how the ugly demons are tormenting others, and also seeing the torment of all others in hell. The eyes have the torment. നരകാഗ്നിയിൽ ദുഷ്ടപിശാചുക്കളായവർ കരുണയന്യെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് ദണ്ഡിപ്പിക്കുന്നത് നിന്റെ കണ്ണുകളാൽ കാണേണ്ടി വരുമ്പോൾ നിന്റെ കണ്ണുകൾക്ക് തെല്ലൊരു വിശ്രമവും ലഭിക്കാതെ അത് കൂടുതൽ കൂടുതൽ ദണ്ഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഭയങ്കരമായ കാഴ്ചയാൽ തന്നെ അധിക ദുരന്തമുളവാകും. And the ears will be tormented, hearing all the time that loud shrieking noise of the demons and the shoutings and yellings of all the human beings in hell. You just imagine 24 hours hearing that will be tormenting the ears. നിന്റെ കാതുകൾക്കും കടുത്ത പീഡനമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അല്പം നീ ഒന്ന് ചിന്തിച്ചാൽ മതി. ദുഷ്ടപിശാചുക്കളുടെ രാപ്പകലന്യെ വിശ്രമമില്ലാതുള്ള കഠിനാരവവും അവർ ചെയ്യുന്ന പീഡനങ്ങളാൽ കഷ്ടമനുഭവിക്കുന്ന മറ്റു മനുഷ്യരുടെ ദീനരോധനങ്ങളും നിലവിളികളും ഉറക്കെയുള്ള കരച്ചിലുകളും പ്രാണവേദനയിലായി പിടയുന്ന ശബ്ദവും ഒക്കെ നിന്റെ കാതുകളെ എപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും. And the nostrils will be suffering because of the strong smell of the flames of sulfur. അവിടെ ഗന്ധകപ്പുകയിൽ നിന്നുയരുന്ന ആ ദുർഗന്ധ നിമിത്തമായി നിന്റെ മൂക്ക സർവദാ ദണ്ഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. And not only that, the smell of the dead people. Just imagine so many dead people there.
in a decomposed state. Own body also will be in that state. As if a man standing among the dead people whose bodies are stinking, and the smell of that stinking smell of the dead people, it will be intolerable. മരിച്ചവരുടെ അല്ലെങ്കിൽ ശവങ്ങളുടെ നടുവിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ ചീഞ്ഞഴുകിയ മൃതദേഹങ്ങളിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം വമിക്കുമ്പോൾ അവ എത്രത്തോളം അവൻ്റെ മൂക്കിന് താങ്ങാനാവുമോ അതിനപ്പുറമായതായിരിക്കും അത്തരത്തിലുള്ളതായ കഠിനമായ ദുർഗന്ധം ഈ നരകാഗ്നിയിലെ ആയിരങ്ങളായ മരിച്ചവരുടെ ചീഞ്ഞു നാറുന്ന അഴുകിയ മൃതദേഹങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കും. And the tongue will be suffering because of the extreme thirst, not a drop of water, and the heat and the fire going right into the tongue, burning and suffering with extreme thirst. ഒരു തുള്ളി ദാഹജലം പോലും ലഭിക്കാനില്ലാത്തതും അതുമാത്രമല്ല നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന തീയാൽ കഠിന ചൂട് നിമിത്തം, ഉഷ്ണ നിമിത്തം, ഉയർന്ന താപം നിമിത്തം നാവ് അങ്ങനെ വെന്തു പൊളയുകയാലും നിന്റെ നാവിന് ഒരു കടുത്ത ദണ്ഡനം, ഒരു തുള്ളി വെള്ളം പോലും കൊണ്ട് അതിൻ്റെ ദാഹം ശമിപ്പിക്കാനാവാത്ത വിധം കഠിന ദണ്ഡനം അവിടെ ഉണ്ടാകും. The whole body from head to foot will be tormented in the liquid fire in hell. നരകാഗ്നിയിലെ ആ ദ്രാവക രൂപത്തിലുള്ള തീയിൽ ശരീരം മുഴുവൻ എല്ലായ്പ്പോഴും ദണ്ഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. The mind will be tormented, remembering how that person lost opportunities to turn to God. ദൈവത്തിങ്കലേക്ക് തിരിവാൻ തനിക്ക് ലഭിച്ച സുവർണ സന്ദർഭങ്ങളെ പാഴാക്കിയതോർത്ത് ആ വ്യക്തിയുടെ മനസ്സ് നിരന്തരം ദണ്ഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. There is a real story in the Bible about a man who went to hell, the rich man and Lazarus, in Luke chapter 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിച്ചാൽ ധനവാന്റെയും ലാസറിന്റെയും കഥ എവിടെ കാണാം. അതിൽ ധനവാൻ യാതനാസ്ഥലത്ത് അഥവാ നരകാഗ്നിയിലേക്ക് ചെന്നു. ഇത് ഒരു യാഥാർത്ഥ്യമായ സംഭവം തന്നെയാണ് വിവരിച്ചിരിക്കുന്നത്. The 16th chapter, the 25th verse is really a cutting verse. Abraham says to the rich man in hell, son, remember that in your lifetime you received good things. 25-ാം വാക്യത്തിൽ വായിച്ചാൽ വളരെ ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന കാണാം. ആ നരകാഗ്നിയിൽ ചെന്നു വീണ ധനവാനെ നോക്കിക്കൊണ്ട് അബ്രഹാം പറയുന്നതാണ്, അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചുവെന്ന് ഓർക്ക. Remember. ഓർക്ക. In hell, rich man had quite a lot of time to remember. ആ യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാന് ഓർക്കേണ്ടതിനായി ധാരാളം സമയം സന്ദർഭങ്ങളുണ്ട്. On earth he might have been very busy. ഈ ഭൂമിയിലായിരുന്ന കാലത്ത് അവൻ വളരെ തിരക്കേറിയവനായിരുന്നിരിക്കാം. No time for God. ദൈവത്തിനായി വേർതിരിപ്പാൻ സമയമില്ല. I hope there is no such a rich fool here. അങ്ങനെയുള്ള ധനികരായ ഭോഷന്മാർ ഇവിടെയും ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. Remember how many opportunities you received for God's mercy. ദൈവത്തിന്റെ കരുണയ്ക്കായി എത്രയെത്ര സന്ദർഭങ്ങൾ നിനക്ക് നിന്റെ ആയുസ്സിൽ ലഭിച്ചുവെന്നത് നീ ഓർക്ക. Remember how many chances he got to receive forgiveness of sins. പാപക്ഷമയുടെ നിശ്ചയം പ്രാപിക്കേണ്ടതിന് അവന്റെ ആയുസ്സിൽ അവന് എത്രയെത്ര സന്ദർഭങ്ങൾ ലഭിച്ചിരുന്നുവെന്നോർക്ക. In hell people will get enough time to remember how many chance to confess their secret sins and to get right with God. തങ്ങളുടെ രഹസ്യ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടതിന് ഈ ഭൂമിയിലായിരുന്ന കാലത്ത് എത്രയെത്ര നല്ല സന്ദർഭങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നുവെന്നത് ഓർക്കേണ്ടതിന്
ആ യാതനാ സ്ഥലത്ത് ചെല്ലുന്ന മനുഷ്യർക്ക് ധാരാളം സമയം കിട്ടും. Remember how many times the Lord asked you to repent and to set right your life before God. ദൈവമുമ്പാകെ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച നിന്റെ ജീവിതത്തെ ക്രമീകരിപ്പാൻ, ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ ദൈവം നിനക്ക് എത്രയെത്ര സന്ദർഭങ്ങൾ തന്നു എന്നത് ഓർക്കാം. Remember how many times God and saints advised you the right thing, but you rejected it. ദൈവവും വിശുദ്ധന്മാരും എത്രയെത്ര സന്ദർഭങ്ങളിൽ നേരായ സംഗതികൾ നിന്നെ ഉപദേശിച്ചു, എന്നാൽ നീയോ അവയെല്ലാവറ്റെയും തിരസ്കരിച്ചതൊക്കെയും ഓർക്കാം. How many times God had urged you to take the right water baptism, but you rejected it. എത്രയെത്ര സന്ദർഭങ്ങളിൽ ശരിയായ സ്നാനമേൽക്കേണ്ടതിന് ദൈവം നിന്നെ പ്രേരിപ്പിച്ച ഉദ്യമിപ്പിച്ച സമയങ്ങളുണ്ട്, എന്നാൽ അവയൊക്കെ എന്നെ പാഴാക്കിയത് ഓർക്കാം. Remember, in hell there is not even a drop of water. Even if you want to take baptism, you will not be able to. നരകാഗ്നിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെന്ന് ഓർക്കാം. ഒരുപക്ഷേ നീ സ്നാനമെടുക്കാൻ അപ്പോൾ തീരുമാനിച്ചേക്കാം, എന്നാൽ അതവിടെ ഒരിക്കലും സാധ്യമാകയില്ല. Remember how many times God wants you to change your character, change your life, but you rejected it, now lost forever. നിന്റെ ജീവിതം, നിന്റെ സ്വഭാവം ഒന്ന് വ്യതിയാനപ്പെടുത്തേണ്ടതിന് എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം നിന്നോട് ഇടപെട്ടു. അവയെല്ലാവറ്റെയും നീ തിരസ്കരിച്ചു. ഇവ നന്നായി ഓർക്കാം. Remember how many times God and saints pleaded with you to give up your smoking, drinking, immorality, but you didn't want. Now it is too late. നിന്റെ മദ്യപാനം, പുകവലി, അനാശാസ്യത നിറഞ്ഞ ജീവിതം, മറ്റ് സകല ധാർമ്മികതകളും ഉപേക്ഷിക്കേണ്ടതിന് എത്രയോ സന്ദർഭങ്ങളിൽ ദൈവവും വിശുദ്ധന്മാരിൽ നിന്നെ ഉപദേശിച്ചു. അവയെല്ലാവറ്റെയും നീ തിരസ്കരിച്ചുവെന്നത് ഓർക്കാം. Remember how much money the good God gave you, but you wasted for your vanities and comforts of the world. Now in eternity you don't have a penny paisa to give it to God, and no reward either for it. നല്ലവനായ ദൈവം നിന്റെ ആയുസ്സിൽ എത്രയോ പണം നിനക്ക് തന്നു. അവയെല്ലാം നീ മായയും വൃഥാ പ്രയത്നവുമായ സുഖലോലുപതകൾക്കായി ചിലവിട്ടു. എന്നാൽ ഇപ്പോൾ ഈ നരകാഗ്നിയിൽ നിനക്ക് ദൈവത്തിനായി കൊടുപ്പാനോ മറ്റേതെങ്കിലും നല്ല സംഗതികൾക്ക് ഉപകരിപ്പാനോ ഒരു നയാ പൈസ പോലും ഇല്ലാത്ത ജീവിതത്തിലാണ്. ആകയാൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിനക്ക് തന്ന നന്മകളെ ഓർക്കാം. In hell, remembering all these things will be too late. നരകാഗ്നിയിൽ ഇവയെല്ലാവറ്റെയും കുറിച്ചുമുള്ള ഓർമ്മ വളരെ വൈകിപ്പോയ ഓർമ്മകളാണ്. That will not help you at all, dear friend. പ്രിയ സ്നേഹിതരെ, ഈ ഓർമ്മകളൊന്നും തെല്ലുപോലും നിന്നെ സഹായിക്കയില്ല. Another thing about the suffering in hell is about the present state. നരകാഗ്നിയിലെ മറ്റൊരു ദണ്ഡനമെന്നത് നീ അനുഭവിക്കുന്ന വർത്തമാനകാല ദണ്ഡനമാണ്. And the fire that is so much fire, even the whole sea dropped into hellfire, it cannot quench such a violent flames of fire. ഭയങ്കരമായി ആളിക്കത്തുന്ന ജ്വലിക്കുന്ന ഒരഗ്നി ഈ ലോകത്തിലെ മുഴു സമുദ്രവും അതിലേക്ക് കൊണ്ടൊഴിച്ചാലും അണയാത്തതായി ആളിക്കത്തുന്ന ഒരു തീ. And no rest of peace there. അവിടെ സമാധാനത്തിന്റെ യാതൊരു കണികയും സ്വസ്ഥതയുടെ കണിക പോലും ലഭ്യമല്ല. Pain in hell will be such, no words can express the pain, dear friends. നരകാഗ്നിയിലെ വേദനയുള്ളത് വർണ്ണിപ്പാൻ വാക്കുകളില്ലാത്ത വേദനയാണ് പ്രിയരെ. Another terrible torment in heaven is looking to the future. നരകത്തിലെ
മറ്റൊരു ദണ്ഡനമല്ല, ഭാവിയെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. Never the burning chains and the bindings from that person will be removed even in remote future. ആ നരകാഗ്നിയിലായിരിക്കുന്ന മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന ജ്വലിക്കുന്ന ചങ്ങലകൾ, കത്തുള്ള ബന്ധനങ്ങൾ, അവ ഒരു കാലത്തും അവനെ വിട്ട് അഴിഞ്ഞു മാറുകയില്ലല്ലോ എന്നുള്ള ഭാവികാല ചിന്ത അധിക ലംഘനം കൊണ്ടുവരും. In future also no hope, no comfort and no blessing. ഭാവിയിൽ ഒരു കാലത്തും യാതൊരു ആശ്വാസത്തിനും യാതൊരു അനുഗ്രഹത്തിനും തെല്ലുപോലും ആശയ്ക്ക് വക കാണുന്നില്ല. No break from the suffering even after 10 million ages. 10 ദശലക്ഷം യുഗങ്ങൾ കടന്നാലും അവിടെ അനുഭവിക്കുന്ന ദണ്ഡനങ്ങൾക്ക്, വേദനകൾക്ക് യാതൊരു അറുതിയും ഇമപ്പൊഴുതിലേക്ക് പോലുമില്ല. These sufferings are going to increase. ഈ കഷ്ടതകൾ അധികമധികം വർദ്ധിക്കുകയേ ഉള്ളൂ. These demons tormenting is going to increase. ഈ പിശാചുക്കളുടെ ദണ്ഡനമെന്നതും വർദ്ധിച്ചു പെരുകുകയേ ഉള്ളൂ. There will be no end of suffering. കഷ്ടതകൾക്ക് യാതൊരു അറുതിയും ഉണ്ടാവില്ല. That thought itself will be tormenting. ആ ചിന്ത തന്നെ അധികം ദണ്ഡനം കൊണ്ടുവരുന്നതാകും. Precious friend, you know you have a very precious soul. വിലപ്പെട്ടവനായ സ്നേഹിത, നിനക്ക് വളരെ വിലയേറിയൊരു പ്രാണൻ, ആത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. I am speaking to all the people, whether Pentecostal people or outside Pentecost or nominal Christians or sinners of any background. പെന്തക്കോസ്തുകാരാകട്ടെ, പെന്തക്കോസ്തുകാർ അല്ലാത്തവരാകട്ടെ, നാമധേയ ക്രൈസ്തവരാകട്ടെ, ഏത് മതവിഭാഗങ്ങളിലും പെട്ടവരാകട്ടെ, ഏത് വിശ്വാസത്തിൽ നിലകൊള്ളുന്നവരുമാകട്ടെ, എല്ലാവരോടുമായി ഞാൻ പൊതുവിൽ പറയുകയാണ്. Once you close your eyes, then your destiny is determined and sealed. ഒരിക്കൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കപ്പെടും, അന്ന് നിങ്ങൾ എത്തിച്ചേരേണ്ടുന്ന സ്ഥലം നിശ്ചയിക്കപ്പെട്ട ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. And it will be too late to get repentance or turn to God. ദൈവത്തിങ്കലേക്ക് തിരിവാനും മനസ്സാന്തരപ്പെടുവാനുമുള്ള സമയം നിന്റെ ജീവിതത്തിൽ വളരെ വൈകിപ്പോയിരിക്കും. In the 16th chapter of Luke, we find some frightening facts about hellfire. നരകാഗ്നിയെ സംബന്ധിച്ച് ചില ഭീതിപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. As soon as the rich man entered in hell, the first part of his body appeared to have been tormented was his tongue. യാതനാസ്ഥലത്തേക്ക് ചെന്ന് വീണായ ആ ധനവാൻ അവന്റെ ശരീരം ദണ്ഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ദണ്ഡിപ്പിക്കപ്പെട്ട ആദ്യ ഭാഗം എന്നത് അവന്റെ നാവായിരുന്നു. In the 24th verse we read, he cried and said, Father Abraham, have mercy on me and send Lazarus that he may dip the tip of his finger in water and cool my tongue, for I am tormented in this flame. ധനവാന്റെ നിലവിളി 24-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു. Although the whole body was tormented, particularly mentioned that as soon as he landed in hell, he speaks about the torment in tongue. ഒരുപക്ഷെ അവന്റെ ശരീരം മുഴുവനും ദണ്ഡിപ്പിക്കപ്പെടുന്നുണ്ടാവാം, എങ്കിലും ആ യാതനാസ്ഥലത്തേക്ക് ചെന്ന് പെട്ടയുടനെ പെട്ടെന്നവൻ നിലവിളിക്കുന്നത്, Cool my tongue. എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണേ. Word of God says that tongue is a world of iniquity. ദൈവത്തിന്റെ വചനം പറയുന്നു, നാവെന്നത് ഒരു തീയാകുന്നു, അത് അനീതി ലോകമായി ജ്വലിക്കണം. Why it is written,
James chapter 3 verse 3. Why it is written, the tongue is a fire, not full of iniquity, but world of iniquity. Why? എന്തുകൊണ്ട് യാക്കോബ് 3:6 നാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, നാവും ഒരു തീ, അത് അനീതി ലോകമായി എന്ന് പറയുമ്പോൾ അനീതി വചനമായല്ലോ വാക്യമായല്ലോ പറയാതെ അനീതി ലോകമായി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? Instead of saying full of iniquity, world of iniquity. അനീതി നിറഞ്ഞതെന്ന് പറയുന്നതിന് പകരം Don't have a pen. അനീതി ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? Your tongue creates your heaven and hell. നിന്റെ നാവ് തന്നെ നിനക്ക് സ്വർഗമോ നരകമോ സൃഷ്ടിക്കുന്നു. If your marriage is hell, it's because your tongue is hell. നിന്റെ ദാമ്പത്യ ജീവിതം നരകമായി തോന്നുന്നെങ്കിൽ നിന്റെ നാവ് നരകമായതുകൊണ്ടാണത്. If your family is hell, your tongue is hell. നിന്റെ കുടുംബം നരകമാണെങ്കിൽ നിന്റെ നാവ് നരകമായതുകൊണ്ടാണ്. Remember how many times your tongue set fire to others. ഓർത്തു നോക്കുക, എത്രയെത്ര സന്ദർഭങ്ങളിൽ നിന്റെ നാവ് മറ്റുള്ളവർക്ക് ചൂടുപിടിപ്പിക്കുന്നതായി തീ കത്തിക്കുന്നതായിരുന്നു. 1 Peter chapter 3 verse 10 very clearly says, if your tongue is evil, your future is going to be evil. പത്രോസിന്റെ 1-ാം ലേഖനം 3:10 വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ നാവ് ദോഷം നിറഞ്ഞതാണെങ്കിൽ നിന്റെ ഭാവി ജീവിതം തികച്ചും ദോഷപൂരിതമായിരിക്കും. If you often speak evil of others, please remember, you can expect a grim future for you. നീ എല്ലായ്പ്പോഴും നിന്റെ നാവിനാൽ മറ്റുള്ളവർക്ക് വിരോധമായി ദോഷം പറയുന്നവനാണെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ ഭാവി കാലം ദോഷം നിബിഡമായിരിക്കും. He says, rich man says, send Lazarus that he may in the tip of his finger he may dip and cool my tongue. ധനവാൻ നിലവിളിക്കുകയാണ്, ലാസറിനെ ഒന്ന് അയക്കണമേ, അവന്റെ വിരലിലെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുവാൻ. Abraham says, impossible. അബ്രഹാം പ്രതിവചിക്കുന്നു, അത് സാധ്യമല്ല. This also shows that even if you pray to the greatest saint, or for the dead people you pray for the greatest saint, it is in vain. ഇതൊരു കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനോട് അല്ലെങ്കിൽ മരിച്ചുപോയ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അവിടെ അംഗീകരിക്കപ്പെടുകയില്ല. In the Old Testament, one of the greatest saints was Abraham. പഴയ നിയമകാലത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിശുദ്ധന്മാരിൽ ഒരുവനായിരുന്നു അബ്രഹാം. Here the prayer was offered to one of the greatest saints, to Abraham, but Saint Abraham did not answer the prayer. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠ വിശുദ്ധന്മാരിൽ ഒരുവനായിരുന്ന അബ്രഹാമിനോടാണ് ധനവാൻ പ്രാർത്ഥിച്ചത്. എന്നാൽ അബ്രഹാം ശ്ലീഹ ആ പ്രാർത്ഥന കൈക്കൊണ്ടില്ല. You may be going to some places and church and praying to some greatest saints. From the word of God I tell you, you're wasting your time and prayers praying even to the greatest saints. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ചില പുണ്യ സ്ഥലങ്ങളിൽ പുണ്യ ദേവാലയങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങൾ തേടി പോകാറുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനോടായിരുന്നാൽ പോലും അത് ഇവിടെ അംഗീകരിക്കപ്പെടുകയില്ല. Jesus with the 12 disciples and Mother Mary all might have been around. In that time Jesus told, come unto me, not to Mary or to Saint Peter or Saint Andrew. 12 ശിഷ്യന്മാരോടൊത്ത് അതോടൊപ്പം അമ്മയായ മറിയയും മറ്റു പലരോടും ചേർന്ന് നിന്നപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ മറിയയുടെ അടുക്കലേക്ക് ചെല്ലുവീനെന്നോ അന്ത്രയോസിന്റെ അടുക്കലേക്ക് ചെല്ലുവീനെന്നോ പത്രോസിന്റെ അടുക്കലേക്ക് ചെല്ലുവീനെന്നോ മറ്റേതെങ്കിലും അപ്പോസ്തലന്മാരുടെ പേരല്ല പറഞ്ഞതുമില്ലയോ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. Even tonight the gracious Lord is inviting
Are you sick? Are you suffering? Are you tormented with your past sins? Jesus says, come unto me, I will give you rest. ഇന്ന് രാത്രികാലവും നിങ്ങൾ കഠിനമായ വേദന, ഏറ്റവും വലിയ വേദന, അതികഷ്ടം, രോഗങ്ങൾ, കഠിനമായ പാപത്തിൽ ഉൾപ്പെട്ടവരായി ഏത് നിലയിൽ അസ്വസ്ഥമായി കഴിയുന്നവരായിരുന്നാലും കരുണാസമ്പന്നനായി ശ്രേഷ്ഠനായ ദൈവം, മഹാദൈവമായവനായ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി കരുണയോടെ നിന്നെ വിളിക്കുന്നു, എന്റെ അടുക്കലേക്ക് വരുവീൻ. I belong to the Jacobite church and my favorite saint was Saint Georgius. ഞാൻ യാക്കോബായ പശ്ചാത്തലത്തിലുള്ള വ്യക്തിയായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധൻ ഗീവർഗീസ് ആയിരുന്നു. Oh, how many times I prayed to Saint Georgius. എത്രയോ സന്ദർഭങ്ങളിൽ ഗീവർഗീസ് പുണ്യവാളനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. The big picture of Saint Georgius was in our house. ഗീവർഗീസ് പുണ്യവാളന്റെ ഒരു വലിയ ചിത്രം തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. I had epileptic fits. എനിക്ക് അതികഠിനമായ അപസ്മാര രോഗമുണ്ടായിരുന്നു. Our family disease was diabetes. Father had it, mother had it, my brother was born with it, I had it. ഞങ്ങളുടെ കുടുംബ രോഗം തന്നെയായിരുന്നു പ്രമേഹം. അതല്ലേ അപ്പനുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു, എന്റെ ജ്യേഷ്ഠൻ ജനിച്ചത് തന്നെ പ്രമേഹത്തിലായിരുന്നു. എനിക്കും ആ രോഗമുണ്ടായിരുന്നു. I prayed so much of prayers and gave so many offerings to so many saints, but there was no cure. ഞാൻ അനേക വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചു, അനേക വിശുദ്ധന്മാർക്ക് നേർച്ചകാഴ്ചകൾ അർപ്പിച്ചു, അവയൊന്നും ഫലിച്ചില്ല. By the way, all these saints must be safe in heaven. ഇടയ്ക്ക് പറയട്ടെ, ഈ വിശുദ്ധന്മാരെല്ലാം സ്വർഗത്തിൽ സുരക്ഷിതരായിരിക്കട്ടെ. And may the Lord bless them in heaven. അവരെ ദൈവം സ്വർഗത്തിൽ അധികം അനുഗ്രഹിക്കട്ടെ. One day I turned to Jesus. എന്നാൽ ഒരു ദിവസം ഞാൻ യേശുവിലേക്ക് തിരിഞ്ഞു. Afterwards, not even a single time I had epileptic fits. അതിനുശേഷം പിന്നെ ഒരൊറ്റ സന്ദർഭത്തിൽ പോലും എനിക്ക് ആ അപസ്മാര രോഗമുണ്ടായിട്ടില്ല. Asthma, diabetes and number of other sicknesses the Lord healed. ആസ്മ, പ്രമേഹം തുടങ്ങി പല രോഗങ്ങളും എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഈ രോഗങ്ങൾക്കെല്ലാം യേശു സൗഖ്യം തന്നു. Since I came to Jesus, Jesus changed my whole life. ഞാൻ യേശുവിങ്കലേക്ക് വന്നത് മുതൽക്ക് യേശു എൻ്റെ ജീവിതത്തിൽ അടിമുടി വ്യതിയാനമുള്ളവാക്കി. Epileptic fits really made havoc in my life. എൻ്റെ ജീവിതത്തിൽ ഈ അപസ്മാരം എന്നത് ഒരു അപകട സന്ധി തന്നെ ഉണ്ടാക്കി. How many times I fell down bleeding, head bleeding on the road because of epileptic fits. അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ ഈ ചുഴലി രോഗം എന്നെ ചുഴറ്റി അടിച്ചിട്ട് ഞാൻ നടു റോഡിൽ വീണിട്ടുണ്ട്, തലയടിച്ച് വീണിട്ടുണ്ട്, ശരീരഭാഗങ്ങൾ മുറിഞ്ഞ തല പൊട്ടി ഒക്കെയും രക്തം പ്രവഹിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഞാൻ കഷ്ടപ്പെട്ടവനാണ്. Maybe my brain was damaged. In the school I couldn't study. In the first standard I failed. Fourth standard I failed. I became one of the dullest, one of the saddest students in the school. അങ്ങനെയുള്ള വീഴ്ചകളാൽ എൻ്റെ തലച്ചോറിന് ക്ഷതമേറ്റതിനാലായിരിക്കാം സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും അടയനായിരുന്നു ഞാൻ. 1ാം ക്ലാസ്സിൽ തന്നെ തോറ്റു, 4ാം ക്ലാസ്സിൽ പിന്നെയും തോറ്റു. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഞാൻ എന്നെ പോലൊരു അടയൻ മറ്റാരുമില്ലായിരുന്നു. But since Jesus came into my life, he gave a new meaning to life. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിന് പുതിയൊരർത്ഥം തന്നു. Heaven came into my life. സ്വർഗം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. Disappointment and discouragement all left forever. അധൈര്യങ്ങളും നിരാശകളുമൊക്കെയും എന്നേക്കുമായി എന്നെ വിട്ട് ഓടി മറഞ്ഞു. God turned the bitter into sweet for me. എൻ്റെ ജീവിതത്തിലെ കയ്പിനെ ദൈവം മധുരമാക്കി തന്നു. He turned hell into heaven for me. അവൻ എനിക്ക് നരകം സ്വർഗമാക്കി He തന്നു. turned my darkness into light. അവൻ എൻ്റെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റി. He
made my sickness into health. അവൻ എൻ്റെ രോഗത്തെ ആരോഗ്യമാക്കി മാറ്റി. He turned my shame into glory. എൻ്റെ ജീവിതത്തെ അവൻ തേജസ്, He turned my shame into എൻ്റെ glory. ലജ്ജയെ അവൻ മഹത്വമായി മാനമാക്കി തേജസ്സാക്കി He മാറ്റി. turned my emptiness into fullness. എൻ്റെ ശൂന്യതയെ നിറവാക്കി മാറ്റി. He turned my filthiness into holiness. എൻ്റെ മാലിന്യങ്ങൾ അവൻ പരിശുദ്ധിയാക്കി വിശുദ്ധിയാക്കി മാറ്റി. He turned my mourning into dancing. അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. He turned my confusion into peace. എൻ്റെ ജില്ലാ കുഴപ്പങ്ങളെ അവൻ സമാധാനപൂരിതമാക്കി. He turned my hatred into love. എൻ്റെ പകയെ സ്നേഹമാക്കി മാറ്റി. Oh, he turned my sadness into gladness. അതേ എൻ്റെ ദുഃഖം അവൻ സന്തോഷമാക്കി മാറ്റി. Oh, before I finish, let me speak at least few words about heaven. ഈ ദൂത അവസാനിപ്പിക്കും മുമ്പ് സ്വർഗത്തെ കുറിച്ചുകൂടെ ചില വാക്കുകൾ ഞാൻ പറയട്ടെ. I will be very sad if I only speak about hell and finish the message. നരകത്തെ കുറിച്ച് മാത്രം പറഞ്ഞ എന്റെ ദൂത അവസാനിപ്പിച്ചാൽ അതെനിക്ക് വലിയ ദുഃഖമായിരിക്കും. I tell you, beloved ones, when Jesus comes into your heart, straight away heaven comes. You don't need to go to die to go to heaven. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ സ്വർഗം തന്നെ നേരിട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കേണ്ടതില്ല. How do you know you are going to heaven for certain? നിങ്ങൾ ആ സ്വർഗത്തിൽ തന്നെ ആയിരിക്കണോ? നിങ്ങൾക്ക് എങ്ങനെ? How do you know you will go to heaven? സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? It's very simple. അത് വളരെ ലഘുവായ ഉത്തരം. Already heaven came into your heart. സ്വർഗം നേരത്തെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞു. Kingdom of heaven is not meat and drink, but righteousness, peace and joy of the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലവില്ലയോ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. As I mentioned, there are three types of suffering in hell. There are 3 types of blessings in heaven. നരകാഗ്നിയിൽ 3 തരം കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതേ വിധം തന്നെ സ്വർഗത്തിൽ 3 തരം ആനന്ദം ഉല്ലാസം ഉണ്ട്. First, thinking about the past. ഒന്നാമത് കഴിഞ്ഞ കാലങ്ങൾ ഓർത്തുള്ള ആനന്ദം. How God saved we sinners. When we think about how graciously the Lord forgave our sins. ദൈവം എത്ര കരുണയോടെ എന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നുവെന്ന് ഓർക്കുമ്പോൾ, how the Lord helped us to take water baptism. ജലസ്നാനം സ്വീകരിപ്പാൻ എങ്ങനെ ദൈവം എന്നെ സഹായിച്ചുവെന്ന് ഓർക്കുമ്പോൾ, Tonight Jesus is speaking to you. Come unto me, all ye that labor and heavy laden, I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ഇന്ന് രാത്രി യേശു നിങ്ങളോട് സംസാരിക്കുന്നു. Today the Lord spoke that heavy burden is the burden of sin. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിച്ചുവല്ലോ, ആ ഭാരം എന്നത് പാപഭാരമാണ്. And in that you are laboring day and night in vain. അതിൽ നിങ്ങൾ രാപ്പകലായി വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. Your sickness may be weighing you down. നിങ്ങളുടെ രോഗമായിരിക്കാം നിങ്ങൾക്ക് അതിഭാരമായിരിക്കുന്നത്. Perhaps all your life you have never experienced the real heavenly peace. ഒരുപക്ഷേ ജീവിതത്തിൽ ഇതുവരെയും ഒരിക്കൽ പോലും സ്വർഗീയ സമാധാനം, യഥാർത്ഥ സമാധാനം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലായിരിക്കാം. Tonight open your heart for Jesus. The heavenly peace will come. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം യേശുവിനായി തുറക്കുവീൻ, സ്വർഗീയ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. Your sins will be forgiven. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. Tonight he can heal your sickness ഇന്ന് രാത്രി അവൻ നിന്റെ രോഗങ്ങൾക്ക് സൗഖ്യമേകും. and make your life worth the living. നിന്റെ ജീവിതം നിനക്ക് ഒരു ലാഭമായി തന്നെ അവൻ മാറ്റും. You heard the testimony of the young man. He was born dumb and even till the school days, but how wonderfully one day miraculously God healed him. സ്കൂൾ പഠന കാലയളവിൽ പോലും ജന്മന ഊമനായിരുന്ന ഒരു യൗവനക്കാരന് കർത്താവായ യേശു
എങ്ങനെ അത്ഭുതകരമായ സൗഖ്യം കൊടുത്തുവെന്നൊരു സാക്ഷ്യം നിങ്ങൾ കേട്ടുവല്ലോ. Perhaps in your disappointment you also might have thought of committing suicide. ഒരുപക്ഷേ ഏതെങ്കിലും നിരാശയാൽ നീയും ആത്മഹത്യയുടെ ഒരു പ്രേരണയിൽ വസംവദനായി കഴിയുന്ന വ്യക്തിയായിരിക്കാം. Now we are going to pray for you. ഇപ്പോൾ നിനക്കായി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. Before we invite the people to come forward for prayer, may I request all of you to please stand up. പ്രാർത്ഥനയ്ക്കായി മുമ്പോട്ട് വരുവാൻ ആളുകളെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്നു, നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. All please stand up. എല്ലാവരും എഴുന്നേറ്റാട്ടെ. And surrender your life to Jesus Christ. നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിനായി സമർപ്പിക്കുവീൻ. Even those who are hearing our words on the road and outside, we request you, Jesus wants to come into your life. റോഡിലും പുറത്തുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നവരെയോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ വരുവീൻ. നിങ്ങളെ കുറിച്ച് യേശുവിനൊരു ഉദ്ദേശമുണ്ട്. Jesus says, come unto me, all ye that labor and heavy laden, I will give you rest. അധ്വാനിക്കും വരുന്നവരും ഭാരം ചുമക്കുന്നവരുവേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു വിളിക്കുന്നു. Now shall we all open our hearts and mouth and pray together that Jesus will become real to everyone, bringing healing and salvation to everyone. Shall we all pray? ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ ഹൃദയം തുറന്ന വായ് തുറന്ന ഏകമായി ചേർന്ന് പ്രാർത്ഥിക്കാം. രക്ഷ ആവശ്യമായ സകലർക്കും രക്ഷയും സൗഖ്യം ആവശ്യമായിരിക്കുന്ന സകലർക്കും സൗഖ്യവും ഇപ്പോൾ തന്നെ കർത്താവ് കൊടുക്കേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. Amen. Hallelujah. Oh God, we pray, oh God. Save them, oh God. Heal them, oh God. Give them thy peace, oh God. All those who heard the word of God tonight, oh God. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും പൂർണ്ണമായി സമർപ്പിക്കുക.
സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി 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 സമർപ്പിക്കുക. Let's pray. Oh God, our Heavenly Father, we thank you, Lord, for having brought us together on the first day of this convention. Thank you for your holy presence, and thank you for your holy word, O God. We thank you for having spoken through your servant. We have come here with various burdens, but you are our burden bearer. You have taken all our sicknesses on the cross for us. You have taken away all our sins on the cross for us. We thank you for that, O Jesus. Thank you, Lord, for removing every burden that we have. Even this night, those who came here with their burdens, we believe that you have taken away their burdens, O God. Even as they leave this place, help them, Lord, to feel your presence and your joy, your peace in their lives, O God. And help them, Lord, to press forward in their spiritual journey and be found ready, Lord, for your soon coming. Into your gracious hands we come in. Thank you once again for blessing this service. In Jesus' most precious name, we ask all these things. കർത്താവേ, സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, സ്നേഹവാനായ നിന്റെ ഇൻപമുള്ള ശബ്ദങ്ങൾ ഇന്ന് രാത്രി കേൾക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചതിനാൽ സ്തോത്രം. എത്രയോ കോടി ജനങ്ങൾ പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവേ, പാപത്തിന്റെ ഭാരത്താൽ, രോഗത്തിന്റെ ഭാരത്താൽ, അപകടങ്ങളെ കുറിച്ചും കർത്താവേ, ലോകത്തിന്റെ സ്ഥിതിയെ കുറിച്ചുള്ള ഭാരത്താലും ഭയത്താലും നിറഞ്ഞിരിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം, സന്തോഷത്തിന്റെയും സൗഖ്യത്തിന്റെയും ദൈവം കർത്താവായ യേശു എന്ന് വെളിപ്പെടുത്തി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സൗഖ്യമില്ലാതെ കർത്താവേ ഭാരത്തിലും ദുഃഖത്തിലും ഇരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ.